സ്കാനിംഗ് റിപ്പോർട്ടിനകത്ത് PCOD എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു PCOD പേഷ്യൻ്റ് ആണോ? ഹായ്, ഞാൻ ഡോക്ടർ ഷിജന റിയാസ്, സീനിയർ ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടന്റ്. നിങ്ങൾക്ക് മെൻസസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി, അതിനകത്ത് PCOD എന്ന് കണ്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു PCOD പേഷ്യൻ്റ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി കപ്പിൾ ചിലപ്പോൾ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഹസ്ബൻഡിനായിരിക്കും അവിടെ പ്രോബ്ലം ഉണ്ടാകും. പക്ഷേ വൈഫിനെ നമ്മൾ വെറുതെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത്, സ്കാൻ ചെയ്ത സമയത്ത് അതിനകത്ത് PCO എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ പേഷ്യൻറ്റിന് PCO എന്ന് പറയാറില്ല. കാരണം ആ പേഷ്യൻ്റ് മെൻസസ് റെഗുലർ ആയിരിക്കും, അവർക്ക് ബാക്കി ഹൈപ്പർ ആൻഡിജൻ്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ 3 ക്രൈറ്റീരിയാസ് ഉണ്ട് PCO ആവണമെന്നുണ്ടെങ്കിൽ. ഒന്ന്, സ്കാനിങ്ങിനകത്ത് PCO മോർഫോളജി എന്ന് കാണണം. രണ്ടാമത്തത്, ആ പേഷ്യൻറ്റ് ഹൈപ്പർ ആൻഡിജൻ, അതായത് മെയിൽ ഹോർമോൺ കൂടുതലുള്ളതിൻ്റെ സിംറ്റംസ് ആ പേഷ്യൻറ്റിന് ഉണ്ടായിരിക്കാം. മൂന്നാമത്തേത്, പേഷ്യൻറ്റിന് മെൻസസ് ഇറഗുലർ ആയിരിക്കാം. ഈ 3 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും 2 ക്രൈറ്റീരിയാസ് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പേഷ്യൻറ്റിന് നമ്മൾ PCO പേഷ്യൻ്റായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ സ്കാനിങ്ങിനകത്ത് ഇത് കണ്ട് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും PCO പേഷ്യൻ്റ് ആവില്ല. നിങ്ങളൊരു സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക.